ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മലയാളം സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ നമുക്ക് പലർക്കും പല എതിരാളികളും ജീവിതത്തിൽ പല പ്രയാസമുണ്ടാക്കുന്ന പലതും ഉണ്ടാകും. അപ്പം അവയെ നമ്മൾ നേരിടേണ്ടത് നമുക്ക് എത്ര വലിയ ശക്തിമാനെയും നേരിടാൻ കൗശലം ഉപയോഗിച്ചാൽ സാധിക്കുമെന്നാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാക്കയുടെയും കൃഷ്ണസർപ്പത്തിൻ്റെയും കഥ. ഒരു പുഴയുടെ അടുത്തായി ഒരു മരം. അവിടെ ഒരിക്കൽ ഒരു കാക്ക ദമ്പതികൾ വന്നെത്തി. ഈ കാക്ക ദമ്പതികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൺകാക്കയും ഒരു പെൺകാക്കയും വന്ന് അവിടെ കൂട് വെച്ച് താമസിക്കാൻ തുടങ്ങി. കുറച്ച് കാലം വളരെ സന്തോഷത്തോടെ അവർ ജീവിച്ചു വന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കാക്കപ്പെണ്ണ് കൂട്ടിൽ മുട്ടയിട്ടു. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഏത് കിളികളും മുട്ടയിട്ടാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞായിട്ട് വിരിയും. അങ്ങനെയല്ലേ? കാക്കപ്പെണ്ണിൻ്റെ കുഞ്ഞ് വിരിയുന്നതിന് വേണ്ടി ആൺകാക്കയും പെൺകാക്കയും കാത്തിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവരെന്താ തീറ്റ കിട്ടണ്ടേ? കൂട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, ആരും അറിയില്ലല്ലോ നമ്മുടെ കൂടിനെ പറ്റിയൊന്നും. അങ്ങനെ ഓരോ ദിവസവും രാവിലെ ഇവർ എഴുന്നേറ്റ് തീറ്റ അന്വേഷിച്ച് പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഒരു ദിവസം തീറ്റ അന്വേഷിച്ച് പുറത്തു പോയി തിരികെ വന്ന് ഇവർ കാണുന്ന കാഴ്ച എന്താ? തങ്ങാനിട്ടിരിക്കുന്ന മുട്ടയെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു പാമ്പ് വന്നിട്ട് കൊത്തി കുളിച്ച് പോയിരിക്കുന്നു. മുട്ടയുടെ തോട് മാത്രമേ കൂട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടപ്പോൾ പെൺകാക്ക വളരെ സങ്കടത്തോടെ കുറേ നേരം കരഞ്ഞു. ആൺകാക്ക പറഞ്ഞു, ആര് പാമ്പല്ലേ, ഒന്നെടുത്തു പോയല്ലേ, നീ ക്ഷമിക്കേ, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മുട്ടയിടുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഏതോ പാമ്പോ എന്തോ ജീവികളോ അബദ്ധത്തിൽ വന്ന് കൂടിയതായിരിക്കും. ഈ പാമ്പാണെന്ന് ഈ കാക്കയ്ക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് ആരാ കൊണ്ടുപോയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം മുട്ടയിടുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് ഇവർ അല്പം സമാധാനപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ പെൺകാക്ക വീണ്ടും മുട്ടയിട്ടു. ഇത്തവണ മുട്ടയിട്ടപ്പോൾ പെൺകാക്കയോട് ആൺകാക്ക പറഞ്ഞു, തീറ്റ അന്വേഷിക്കാൻ നീ വരണ്ട, നീ കൂട്ടിൽ തന്നെ ഇരുന്നോ, ഞാൻ നിനക്കും കൂടി തീറ്റ കൊണ്ടുവരാം, മുട്ട ആരെങ്കിലും എടുക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ച് പെൺകാക്ക കൂട്ടിലിരുന്നു, കാവലിരുന്നു. അന്നേ ദിവസം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം പെൺകാക്ക കൂട്ടിലിങ്ങനെ ഇരിക്കുമ്പോണ്ട് ഈ കൃഷ്ണസർപ്പം, മൂർഖൻ പാമ്പ്, നേരെ കാക്കയുടെ കൂട്ടിലേക്ക് കയറി വരുന്നു. ഇത് മുട്ടയും എടുത്ത് ഇത് കയറി കൂട്ടിലേക്ക് എത്തിയപ്പം പെൺകാക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കാക്കയും ഇത് പിടികൂടുമല്ലോ. അങ്ങനെ ചീറ്റിക്കൊണ്ട് കാക്കയുടെ പിന്നാലെ നിന്ന് അതിൻ്റെ മുട്ടയെടുത്തുകൊണ്ട് ഈ കൃഷ്ണസർപ്പം തിരിച്ചു പോയി. ഇതോടെ പെൺകാക്ക തളർന്നു പോയി ആകെ. വൈകുന്നേരം ആൺകാക്ക തീറ്റയും കൊണ്ടുവന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ പെൺകാക്ക അങ്ങേയറ്റം ദീനമായി കരഞ്ഞുകൊണ്ട് ആ കൂട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം തകർന്നവളെ പോലെ. അങ്ങനെ
ആൺകാക്കയ്ക്കും പെൺകാക്കയ്ക്കും വലിയ സങ്കടവും നിരാശയുമായി. തങ്ങളെ കൃഷ്ണസർപ്പം ജീവിക്കാൻ സമ്മതിക്കില്ല എന്നവർക്ക് ബോധ്യം വന്നു. ഇവനോട് പ്രതികാരം ചെയ്യണം, അല്ലെ ഇവനെ കൊല്ലണം. എങ്ങനെ കൊല്ലും? കാക്കയ്ക്ക് കൃഷ്ണസർപ്പത്തോട് കൊത്തി കൊല്ലാൻ കഴിയുമോ? അങ്ങനെ ഇവരാലോചിച്ചു എന്താണ് നമുക്ക് പദ്ധതിയെന്ന്. അപ്പോൾ ഇവരുടെ കൂട്ടുകാരനായ ഒരു കുറുക്കനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി കുറുക്കൻ്റെ അടുത്ത് ചെന്ന് തങ്ങളുടെ സങ്കടം പറഞ്ഞു. ഇങ്ങനെ കൃഷ്ണസർപ്പം വന്നിട്ട് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പോയി, എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു കാര്യബോധവും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്കന് ഇവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എന്താ ഐഡിയ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാജ്യത്തെ പുഴയാണല്ലോ, രാജകൊട്ടാരത്തിൻ്റെ അടുത്തു നിന്നൊക്കെയുള്ള ഏകദേശം കുറച്ച് ദൂരം മാത്രമുള്ള സ്ഥലത്താണ് ഈ പുഴ നിൽക്കുന്നത്. അപ്പോൾ കാക്കയോട് കുറുക്കൻ പറഞ്ഞു കൊടുത്തത്, കൊട്ടാരത്തിലെ രാജ്ഞിയോ അല്ലെ രാജകുമാരിയോ ആരെങ്കിലും കൊട്ടാരത്തിൽ കുളമുണ്ട്, ആ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങും. അപ്പോൾ അവരുടെ ഡ്രസ്സും അവരുടെ കഴുത്തിലെ ആഭരണങ്ങളൊക്കെ അയച്ചു വെക്കും. അയച്ചു വെക്കുന്ന ആഭരണത്തിലെ മാല എങ്ങാനും കൊത്തിയെടുത്തുകൊണ്ട് പോയിട്ട് താഴെ, നിങ്ങളുടെ കൂട്ടിൻ്റെ താഴെയാണ് ഈ പാമ്പിൻ്റെ മാള ഉള്ളത്, അതെല്ലാം ഇവർ കണ്ടുവച്ചിട്ടുണ്ട്, ആ മാളത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി, അവരവനെ തല്ലിക്കൊന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആൺകാക്ക പിറ്റേന്ന് ആ കുളത്തിൻ്റെ അടുത്ത്, രാജകൊട്ടാരത്തിൻ്റെ അടുത്തുള്ള കുളത്തിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പത്ത് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരിയും കൂട്ടുകാരും കൂടി കുളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവരുടെ വസ്ത്രമൊക്കെ അവിടെ അയച്ചു വെച്ചു, കൂടെ ആഭരണവും അയച്ചു വെച്ചു. കഴുത്തിലുണ്ടായിരുന്ന മാല അവിടെ അയച്ചു വെക്കുന്നത് കണ്ടതോടുകൂടി കാക്ക ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജകുമാരി കുളിക്കാൻ വേണ്ടിയിട്ട് പോയ തക്കം നോക്കി കാക്ക ഈ സ്വർണ്ണമാല ഒത്തിയെടുത്ത് പറന്നു. പെട്ടെന്ന് ഓടി പറന്നൊന്നും പോയില്ല കേട്ടോ. ആദ്യം ആ മരത്തിൻ്റെ കൊമ്പത്ത് പോയിട്ടിരുന്നു. കാരണം ഇവരൊക്കെ അറിയണമല്ലോ ഇത് കട്ടിട്ടുള്ള കാര്യം. അപ്പം രാജകുമാരൻ്റെ കൂട്ടുകാരികളെല്ലാം കൂടി ആർത്ത് വിളിക്കാൻ തുടങ്ങി, ഓടി വരീ എന്നും പറഞ്ഞിട്ട്. അപ്പം കൊട്ടാരത്തിലുള്ള പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഓടിയെത്തിയപ്പോൾ ഇവർ കാണിച്ചു കൊടുത്തു, ഇതാ എൻ്റെ മാലയും കൊണ്ട് ഈ കാക്ക പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വടിയെടുത്തിട്ട് കാക്കയുടെ പിന്നാലെ എത്തിയപ്പോൾ കാക്ക പതുക്കെ ഇവർ കാണുന്ന രൂപത്തിൽ തന്നെ മെല്ലെ എന്ത് ചെയ്ത് പറന്നു പോയി ആ കൃഷ്ണസർപ്പത്തിൻ്റെ മാളത്തിലേക്ക് ഈ മാല ഇടുന്നത് ഇവർ കണ്ടു. അപ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്ന കാഴ്ച? മാല വലിയൊരു പൊത്തിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നു, മാളത്തിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നു. അപ്പം തന്നെ ഇവരെന്ത് ചെയ്ത്, ഇവർക്ക് ബോധ്യമായി മാല ആ പൊത്ത് തുറന്നാൽ കിട്ടുമെന്ന്. അപ്പം വലിയ കൈക്കോട്ടും ഇതൊക്കെ കൊണ്ടുവന്ന് ആ മാളം കൊത്തിപ്പൊളിച്ചു. നോക്കുമ്പോൾ എന്താ, അതിൻ്റെ ഉള്ളിലുണ്ട് ഈ കൃഷ്ണസർപ്പം കിടക്കുന്നു. അതിവരെ കണ്ടപ്പോൾ എന്നും പറഞ്ഞ് ചീറിക്കൊണ്ട് പുറത്തേക്ക് ചാടി. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് വലിയ മുട്ടൻ പടി കൊണ്ട് ആ കൃഷ്ണസർപ്പത്തെ തല്ലിക്കൊന്നു. അതോടെ കാക്ക ദമ്പതികൾക്കുണ്ടായ വലിയൊരു ദുരന്തം അവസാനിച്ചു. അവർ സന്തോഷത്തോടെ പിന്നെയും കുറേ കാലം ആ മരത്തിൻ്റെ മുകളിൽ തന്നെ കഴിച്ചു കൂട്ടി. അപ്പോൾ അവരുടെ ശത്രു വലിയ വിഷമുള്ള പാമ്പായിരുന്നിട്ട് പോലും, അതിനെ തല്ലിക്കൊല്ലാൻ കഴിയാതിരുന്നിട്ട് പോലും അവരുടെ ശത്രുവിനെ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കൊല്ലിപ്പിച്ചു എന്നതാണ് ഈ കഥ നമുക്ക് നൽകുന്ന പാഠം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വീട്ടിലെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും പറഞ്ഞിട്ട് അറിയാത്ത കൂട്ടുകാർ ചെയ്യിപ്പിക്കണേ. എന്നാൽ പുതിയ പുതിയ കഥകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് നിർത്താം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.